പുതുമുഖ താരം എത്തിയതോടെ കുട്ടികളുടെ ഫ്രഷേഴ്സ് ഡേ കളറായി. വടകര സെന്റ് ജോൺ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളുടെ ഫ്രഷേഴ്സ് ദിനവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കുന്നതിനാണ് സിനിമാ താരം നിരഞ്ജന രതീഷ് എത്തിയത്. സിനിമാ സെറ്റിലെ വിശേഷങ്ങളും സിനിമാ താരങ്ങൾക്കൊപ്പമുള്ള ഓർമ്മകൾ പങ്കുവച്ചും പാട്ടുകൾ പാടിയും നിരഞ്ജന ക്ഷണനേരം കൊണ്ട് വിദ്യാർത്ഥികളുടെ കൈയടി വാങ്ങുകയായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ LKG ഞാൻ ആദ്യമായിട്ട് മത്സരത്തിന് വേണ്ടി നാടോടി നൃത്തം പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഡാൻസിന് ചേർന്നത്. അന്നതൊരു മത്സരത്തിന് വേണ്ടി മാത്രമായിരുന്നു. പിന്നെ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോയി. പിന്നെ ഭരതനാട്യം പഠിച്ചു, മോഹിനിയാട്ടം പഠിച്ചു, കുച്ചിപ്പുടി പഠിച്ചു. അങ്ങനെ ഡാൻസ് എന്നുള്ളൊരു ഫീൽഡ് വന്നത് തന്നെ അമ്മയിൽ കൂടെയാണ്. അമ്മ മ്യൂസിക് ടീച്ചറാണ്. പക്ഷെ ഒരു ഡാൻസിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കാരണവും അമ്മ തന്നെയാണ്. അമ്മയും അച്ഛനും ഒരുപോലെ തന്നെ എന്നെ ഓടി നടന്ന് കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് ഇന്നിവിടെ എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു. എന്റെ വീട്ടിലെ എല്ലാവരും തന്നെയാണേലും നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പൊ ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ ആണേലും കുഞ്ഞിലെ തൊട്ട് ഒത്തിരി ഓഡീഷന് പോവായിരുന്നു. ഒത്തിരി അതിനോടുള്ള ഒരു താല്പര്യം കാരണം നമ്മൾ ഓടി നടന്ന് ഓഡീഷന് പോവായിരുന്നു. അന്നൊന്നും ഒരവസരവും അങ്ങനെ കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ചാണക്യതന്ത്രം എന്ന് പറഞ്ഞ ഉണ്ണിമുന്തിന്റെ ഒരു പടം വരുന്നത്. അപ്പൊ അതിലൊരു വേഷം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. അപ്പൊ ഞാൻ അന്ന് ഒത്തിരി എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് പോയത്. നല്ല റോളായിരിക്കും, സംഭാഷണം കാണും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അത് അവിടെ ചെന്നപ്പോ എനിക്കൊരു ചെറിയൊരു കൈ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന അങ്ങനൊരു ഒരു സീൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് തിയേറ്ററിൽ കണ്ടപ്പോ എനിക്ക് തന്നെ വിഷമായി. അയ്യോ, ഇതിപ്പോ എല്ലാവരും അറിയുകയും ചെയ്തു. കുറച്ച് ഭാഗത്തേ ഉള്ളൂ, ഒന്ന് മിന്നി മറിയുന്ന ഭാഗത്തേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോ ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇനി ഇതിലൊന്നും വലിയ കാര്യമില്ല, ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് തന്നെ നടക്കാം, ഇനി സിനിമയിലോട്ടൊന്നും അങ്ങനെ പോകുന്നില്ല, അങ്ങനെ കിട്ടാനും ചാൻസ് ഇല്ലെന്ന് ഓർത്തിരുന്ന് +1 +2 ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് അമ്മയുടെ ഒരു ഫ്രണ്ട് വഴി ഈ ഓഡീഷൻ കിട്ടുന്നത്. അന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ടേഷൻ വെച്ചേ ഇല്ല. എന്ത് കിട്ടുന്നോ അത് പോയി ചെയ്തിട്ട് വരാം, ഒരു സിനിമയില് ഒരു തല വന്നല്ലോ, അത് മതി എന്നോർത്ത് അങ്ങനെ ചെന്നതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരുന്നു അറിയാവുന്നതായിട്ടുള്ള. അപ്പോ ചേട്ടൻ എന്നെ കൊണ്ട് ഒരു പാർട്ട്, സിനിമയിലെ ഒരു പാർട്ട് ചെയ്യിപ്പിച്ചു. അത് തന്നെ അതേ റോള് തന്നെ, അതേ ക്യാരക്ടർ തന്നെ എനിക്ക് സിനിമയിലും ചെയ്യാൻ പറ്റി. അത് അത്യാവശ്യം നല്ല ഡയലോഗും സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കാനും പറ്റി. സിദ്ദിഖിക്ക, ബിന്ദു ചേച്ചി എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. പിന്നെ ദിലീപേട്ടന്റെ കൂടെയൊക്കെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാന്ന് പറഞ്ഞപ്പോ എന്നെ സംബന്ധിച്ചോളം അതൊരു വലിയൊരു ലക്കായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഉള്ള എന്തേലുമൊക്കെ കാണും, പാട്ട് ഡാൻസ് തന്നെ ആവണമെന്നില്ല, പടം വരെയോ ചിത്രരചനയോ പെയിന്റിങ്ങോ എന്തേലുമൊക്കെ കാണും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പൊട്ടൻഷ്യലിനെ അത് നമ്മൾ വളർത്തിയെടുത്ത് നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ, ഒരിക്കലും പഠനത്തോടൊപ്പം ഇത് കൊണ്ടുപോയെന്നോർത്ത് ഒരിക്കലും അത് ഒരു നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആവുള്ളൂ. ജീവിതത്തിലെ പല സാഹചര്യത്തിലും നമുക്ക് ഈ പറഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് കാണാനുള്ള ഒരു ധൈര്യം കൂടെ ഇതിന് കിട്ടും. PTA പ്രസിഡന്റ് ജെയ്മോൻ P. അബ്രാഹാം യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് പങ്കെടുക്കാൻ പറ്റിയ 1-2 ക്ലബ്ബുകൾ എന്ന് പറയുന്നത് SPCയുടെ ഒരു പരിപാടികളും, അതുപോലെ തന്നെ നേച്ചർ ക്ലബിന്റെ 1-2 പരിപാടികളും, അങ്ങനെയുള്ള 1-2 പരിപാടികളിലാണ് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത്. എന്തായാലും എല്ലാ ക്ലബ്ബുകളും നല്ല രീതിയിൽ പങ്കെടുക്കുകയും നല്ല രീതിയിൽ ഇത് ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളുടെ കലാപരവും കായികപരവുമായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി, ഏറ്റവും നല്ല രീതിയിൽ അവരുടെ കലാപരവുമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ക്ലബ്ബുകൾക്ക് ശക്തമായ ഒരു പിന്തുണ കുട്ടികൾക്കുണ്ടാകും. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സാജു C. അഗസ്റ്റിൻ, ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദുമോൾ P. അബ്രാഹാം, അധ്യാപകരായ ജോജി ജോർജ്, ജെമി ജോസഫ്, VN ഗോപകുമാർ, VN ബിജി എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ വെച്ച് USS NMMS സ്കോളർഷിപ്പ് വിജയികൾക്ക് ഉപഹാരവും നൽകി. ഫ്രഷേഴ്സ് ദിനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ, അത് ആരുടെ കരച്ചിലാണ്? ആരുടെ
ആരുടെ കരച്ചിലാണെന്ന് ഈ വരുന്ന അമ്മൂമ്മയുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. അമ്മൂമ്മേ, അത് ആരുടെ കരച്ചിലാണ്? അത് അവിടെയുള്ള ഒരു അമ്മയുടെ കരച്ചിലാണ്. സ്വന്തം മോൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയുടെ കരച്ചിലാണ്. മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ്, കൂത്താട്ടുകുളം. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെന്റർ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.